ഹലോ, എല്ലാവർക്കും ബയോസിന്റെ HST ബോട്ടണി ക്ലാസ്സിലേക്ക് സ്വാഗതം. മൊഡ്യൂൾ 1 പുതിയ ടോപ്പിക്കാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് മൈക്കോളജി അഥവാ സ്റ്റഡി ഓഫ് ഫംഗൈ. അതിലെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഫംഗൈ ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് അലക്സോപൗലോസിന്റെ നിംസിന്റെ ക്ലാസിഫിക്കേഷൻ, ദെൻ എയിംസ്വർത്തിന്റെ ഡിപ്സിയുടെ ക്ലാസിഫിക്കേഷൻ. ഇതാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. പോകാം ക്ലാസ്സിലേക്ക്. ഫംഗസിന്റെ ക്ലാസിഫിക്കേഷൻ ഒരുപാട് സയന്റിസ്റ്റുകൾ നടത്തിയിട്ടുണ്ട്. അതിൽ നമുക്ക് സിലബസ് തന്നിരിക്കുന്നത് അലക്സോപൗലോസിന്റെയും നിംസിന്റെയും എയിംസ്വർത്തിന്റെയും ഡിപ്സിയുടെയും ക്ലാസിഫിക്കേഷൻ. ആദ്യം നമുക്ക് അലക്സോപൗലോസിന്റെയും നിംസിന്റെ ക്ലാസിഫിക്കേഷൻ ഡിസ്കസ് ചെയ്യാം. ഇവരുടെ ക്ലാസിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് അടങ്ങുന്ന ബുക്കാണ് ഇൻട്രൊഡക്ഷൻ മൈക്കോളജി. ഇൻട്രൊഡക്ഷൻ മൈക്കോളജി എഴുതിയാണെന്ന് വെച്ചാൽ അലക്സോപൗലോസ് ആൻഡ് നിംസ്. On the basis of presence of or absence of cell wall, centrioles flagellate cells in their life cycle. ഇവർ ഈ ക്ലാസിഫിക്കേഷൻ നൽകിയിരിക്കുന്നത് സെൽ വാളിന്റെ പ്രസൻസ് ആബ്സെൻസ്, അതുപോലെ സെൻട്രിയോൾസിന്റെ പ്രസൻസ് ആബ്സെന്റ്, അതുപോലെ ഫ്ലജല്ലേറ്റ്സ് സെൽസിന്റെ പ്രസൻസ് ആബ്സെൻസ്. ലൈഫ് സൈക്കിളിൽ ഫ്ലജല്ലുള്ള ഫോംസ് ഉണ്ടോ ഇല്ലയോ, സെൻട്രിയോൾസ് ഉണ്ടോ ഇല്ലയോ, സെൽ വാളിന്റെ നേച്ചർ, ഇതിന്റെ ബേസിലാണ് അലക്സോപൗലോസും നിംസും ഫംഗസുകളെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇവർ ഫംഗസ് കിങ്ഡത്തിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത് കിങ്ഡം മൈസെറ്റെ എന്നാണ്. മൈസെറ്റെ എന്നാണ് കിങ്ഡം ഫംഗസിന് കൊടുക്കുന്ന പേര്. ഇതിനെ 3 ഡിവിഷനാക്കി തിരിച്ചിട്ടുണ്ട്. ഡിവിഷൻ ജിംനോ മൈക്കോട്ട, മാസ്റ്റിഗോ മൈക്കോട്ട, എമാസ്റ്റിഗോ മൈക്കോട്ട. അതിൽ ആദ്യത്താണ് ജിംനോ മൈക്കോട്ട. ജിംനോ മൈക്കോട്ട എന്ന ഫംഗസുകളെ ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത് ഏതൊക്കെ ക്യാരക്ടേഴ്സിന്റെ ബേസിലാണ് നോക്കാം. പ്ലാസ്മോഡിയൽ സ്ലൈമി ഓർഗാൻസ്, അതായത് പ്ലാസ്മോഡിയമായിട്ട് ബോഡി കാണപ്പെടുന്ന സ്ലൈമി അപ്പിയറൻസ് ഉള്ള ഓർഗാൻസിനെയാണ് ജിംനോ മൈക്കോട്ടയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അവർക്ക് പൊതുവെ സെൽവാൾ ആബ്സെന്റ് ആയിരിക്കും, സെൽവാളുകൾ ആബ്സെന്റ് ആയിരിക്കും. അതുപോലെ ഫാഗോട്രോപിക് ന്യൂട്രീഷൻ കാണപ്പെടുന്നവരായിരിക്കും ഈ ഗ്രൂപ്പിൽ അടങ്ങിയിരിക്കുന്നത്. ഇവരെ 2 സബ് ഡിവിഷൻസ് ആയി തിരിച്ചിട്ടുണ്ട്. അക്രാസിയോ ജിംനോ മൈക്കോട്ടിന, പ്ലാസ്മോഡിയോ ജിംനോ മൈക്കോട്ടിന. അക്രാസിയോ ജിംനോ മൈക്കോട്ടിന എന്നും പ്ലാസ്മോഡിയോ ജിംനോ മൈക്കോട്ടിന എന്നും 2 സബ് ഡിവിഷൻസ് ആയി തിരിച്ചിട്ടുണ്ട്. ഇതിന്റെ നമുക്ക് ക്യാരക്ടേഴ്സ് നോക്കാം. അക്രാസിയോ ജിംനോ മൈക്കോട്ടിന എന്ന ഡിവിഷനെ ക്ലാസ് അക്രാസിയോ മൈസസ് എന്ന് തിരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഗ്രൂപ്പിൽ ഒരു ക്ലാസ് ആണ് ഉള്ളത്, ക്ലാസ് അക്രാസിയോ മൈസസ്. ഇതിന്റെ ക്യാരക്ടേഴ്സ് നോക്കാം. പോപ്പുലർലി നോൺ ആസ് സെല്ലുലാർ ഓർ അമീബോയിഡ് സ്ലൈമി മൗൾസ്, അതായത് സെല്ലുലാർ ആയിട്ടുള്ള അമീബോയിഡ് സ്ലൈം മൗൾസ് എന്നറിയപ്പെടുന്ന ഗ്രൂപ്പിലുള്ള ഫംഗസുകളാണ് അക്രാസിയോ മൈസസ് എന്ന ക്ലാസ്സിൽ ഉൾപ്പെടുന്നത്. മോസ്റ്റ് abundantly seen in upper layers of humus in deciduous forest and moist soil. മോയിസ്റ്റ് സോയിലിലും ഡെസിഡിയസ് ഫോറസ്റ്റുകളിലെയും അപ്പർ ലെയർ, ഇലകളിൽ കൊഴിഞ്ഞു വീഴുന്ന ആ സോയിലിന്റെ അപ്പർ ലെയറിലാണ് ഏറ്റവും കൂടുതൽ ഹ്യൂമസിൽ ആ ഒരു എന്താണ് ഡാർക്ക് കളറുടെ അമോസ് സബ്സ്റ്റൻസിന്റെ പാർഷ്യൽ ഡികമ്പോസിഷൻ ഫലമായിട്ട് ഉണ്ടാവില്ല. ആ ഹ്യൂമസിലൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് ഈ ഗ്രൂപ്പിലുള്ള ഫംഗസുകൾ കാണപ്പെടുന്നത്. ഫ്ലജല്ല പൊതുവെ ആബ്സെന്റ് ആയിരിക്കും. ബോഡി അഗ്രിഗേറ്റ് ഫോം സ്യൂഡോ പ്ലാസ്മോഡിയം. ഇവരുടെ പ്ലാസ്മോഡിയം പോലുള്ള ഒരു സ്യൂഡോ പ്ലാസ്മോഡിയം പോലുള്ള ഒരു ബോഡി അഗ്രിഗേറ്റ് ചെയ്ത് ഉണ്ടാകാറുണ്ട്. പ്ലാസ്മോഡിയോ ജിംനോ മൈക്കോട്ടിന എന്ന സബ്ഡിവിഷൻസിനെ 2 ക്ലാസ്സുകളാക്കി തിരിച്ചിട്ടുണ്ട്. പ്രോട്ടോസ്റ്റീലിയോ മൈസസ് എന്നും മിക്സോ മൈസസ് എന്നും 2 ക്ലാസ്സുകളാക്കി തിരിച്ചിട്ടുണ്ട്. അതിൽ പ്രോട്ടോസ്റ്റീലിയോ മൈസസിന്റെ പ്രത്യേകത പ്രിമിറ്റീവ് ആയിട്ടുള്ള സ്ലൈം മോഡ്സുകൾ. നമ്മൾ സ്ലൈം മോഡ്സ് പ്ലസ് 1 പഠിച്ചിട്ടില്ലേ? അപ്പൊ ഈ സ്ലൈം മോഡ്സിന്റെ തന്നെ ഏറ്റവും പ്രിമിറ്റീവ് ടൈപ്പ് വരുന്ന ഗ്രൂപ്പാണ്, ക്ലാസ് ആണ് പ്രോട്ടോസ്റ്റീലിയോ മൈസസ്. അതുപോലെ അവർക്ക് നേരത്തെ പറഞ്ഞ ഫ്രൂട്ടിംഗ് ബോഡി എന്ന സ്ട്രക്ചർ കാണാറില്ല. അതുപോലെ ഡോണ്ട് അഗ്രിഗേറ്റ് പ്രയർ ടു ഫ്രൂട്ടിംഗ്. അവരുടെ ബോഡി ഫ്രൂട്ടിംഗ് ബോഡി പ്രൊഡ്യൂസിന് മുമ്പായിട്ട് ഒരു അഗ്രിഗേഷൻ പ്ലാസ്മോഡിയം പോലുള്ള സ്ട്രക്ചർ കാണിക്കാറില്ല. അപ്പൊ അവരുടെ ബോഡി അഗ്രിഗേഷൻ ചെയ്യാറില്ല അതിന് ഫ്രൂട്ടിംഗ് ബോഡിക്ക് മുമ്പായിട്ട്. ക്ലാസ് മിക്സോമൈസസിന്റെ പ്രത്യേകത കറക്റ്റ് ട്രൂ ആയിട്ടുള്ള സ്ലൈം മോഡ്സ് ആയിരിക്കും. അവർ എന്ത് ചെയ്യും? ഫ്രൂട്ടിംഗ് ബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യും, ബോഡി അഗ്രിഗേറ്റ് ചെയ്ത് കാണപ്പെടുകയും ചെയ്യും. ഈ ഫ്രൂട്ടിംഗ് ബോഡീസ് കളേർഡ് ആയിട്ട് പല കളറിൽ കാണപ്പെടും. രണ്ടാമത്തെ ഡിവിഷനാണ് മാസ്റ്റിഗോ മൈക്കോട്ട. മാസ്റ്റിഗോ മൈക്കോട്ടയുടെ പ്രത്യേകത അതിനകത്ത് പറഞ്ഞ ജീവജാലങ്ങൾ യൂണിസെല്ലുലർ അല്ലെങ്കിൽ ഫിലമെന്റസ് ഫോംസ് ആയിരിക്കും. സീനോസൈറ്റ് അഥവാ മൾട്ടി ന്യൂക്ലിയഡ് കണ്ടീഷൻ കാണപ്പെടുന്നവരായിരിക്കും. ഹൈഫയിലെ മൾട്ടി ന്യൂക്ലിയസ് കണ്ടീഷൻ കാണപ്പെടുന്നതായിരിക്കും. അബ്സോർപ്റ്റീവ് ന്യൂട്രീഷൻ, ബോഡി സർഫസ് ഉപയോഗിച്ച് ന്യൂട്രിയൻസ് അബ്സോർവ് ചെയ്യുന്ന അബ്സോർപ്റ്റീവ് ന്യൂട്രീഷൻ കാണിക്കുന്നവരായിരിക്കും. അസെക്ഷൽ റിപ്രഷൻ കൂടുതലും സൂസ്പോറുകൾ ഉപയോഗിച്ചായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവരെയും 2 സബ് ഡിവിഷനാണ് തിരിച്ചിട്ടുണ്ട്. ഹാപ്ലോ മാസ്റ്റിഗോ മൈക്കോട്ടിന ആൻഡ് ഡിപ്ലോ മാസ്റ്റിഗോ മൈക്കോട്ടിന. ഹാപ്ലോ മാസ്റ്റിഗോ മൈക്കോട്ടിന എന്നും ഡിപ്ലോ മാസ്റ്റിഗോ മൈക്കോട്ടിന എന്നും 2 സബ് ഡിവിഷനാണ് തിരിച്ചിട്ടുണ്ട്. അല്ലെ, ഹാപ്ലോ മാസ്റ്റിഗോ മൈക്കോട്ടിന നോക്കാം. ഇതിനകത്ത് വരുന്നവരെല്ലാം സൂസ്പോറുകൾ യൂണിഫ്ലജലേറ്റ്, ഒറ്റ ഫ്ലജലുള്ള സൂസ്പോറുകൾ വരുന്ന ഗ്രൂപ്പാണ് ഹാപ്ലോ മാസ്റ്റിഗോ മൈക്കോട്ടിന. ഇവരെ 3 ക്ലാസ് ആക്കി തിരിച്ചിട്ടുണ്ട്. ക്രൈറ്റീരിയോ മൈസസ് എന്നും ഹൈപ്പോക്രൈറ്റീരിയോ മൈസസ് എന്നും
പ്ലാസ്മോഡിയോഫോറോമൈസസ് എന്നും 3 ക്ലാസ്സുകളാക്കി തിരിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ക്ലാസ് ആയ കയറ്റിഡിയോമൈസസിന്റെ പ്രത്യേകത അവരുടെ യൂണിഫ്ലജലേറ്റ് സൂസ്പോറുകൾ കൂടുതലും കാണാം. അത് പോസ്റ്റീരിയർ ആയിട്ട് ഒറ്റ ഫ്ലജല കാണപ്പെടുന്ന യുണീസ് ഫ്ലജലേറ്റഡ് ആയിട്ടുള്ള സൂസ്പോറായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഹൈപ്പോകൈറ്റിഡിയോമൈസസിന്റെ പ്രത്യേകത അക്കോട്ടിക് ഫംഗസുകളായിരിക്കും. അവരുടെ ആന്റീരിയർ സൈഡിലായിരിക്കും ഒറ്റ ഫ്ലജല കാണപ്പെടുന്നത്. പ്ലാസ്മോഡിയോഫോറോമൈസസിന്റെ പ്രത്യേകത പാരസൈറ്റ് ഫംഗസുകളായിരിക്കും. നോൺ സെല്ലുലാർ ആയിട്ടുള്ള മൾട്ടി ന്യൂക്ലിയഡ് താലസ്, സെല്ലുലാർ ആയിട്ടുള്ള നോൺ സെല്ലുലാർ ആയിട്ടുള്ള മൾട്ടി ന്യൂക്ലിയഡ് താലസുകളായിരിക്കും കാണപ്പെടുന്നത്. രണ്ടാമത്തെ സബ് ഡിവിഷനാണ് ഡിപ്ലോമാസ്റ്റിഗോ മൈക്കോട്ടിന. ഇതിന്റെ പ്രത്യേകത മൾട്ടി ഫ്ലജറ്റഡ് സൂസ്പോറുകളായിരിക്കും. അതായത് ഫ്ലജല് ഒന്നിൽ കൂടുതൽ കാണപ്പെടാം. മിയോസിസ് ഗ്യാമിറ്റാഞ്ചിയൽ മിയോസിസ് നടക്കുന്നവരായിരിക്കും. ഗ്യാമിറ്റാഞ്ചിയലിൽ മിയോസിസ് നടന്നിട്ടായിരിക്കും സ്പോറുകൾ ഉണ്ടാകുന്നത്. സിംഗിൾ ക്ലാസ്, ഒറ്റ ക്ലാസ്സുകളും. അത് ഊമൈസസ് ആണ്. പ്രത്യേകത ഡിഫറന്റ് ഹാബിറ്റാറ്റിൽ കാണപ്പെടുന്നവരാണ്. മെജോറിറ്റി അക്കോട്ടിക് ആയിട്ടുള്ളവരായിരിക്കും. പാരസൈറ്റുകളായിട്ട് കാണപ്പെടുന്നവർ, കൂടുതലും പാരസൈറ്റ് ആയിട്ട് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവരായിരിക്കും. മൈസീലിയം വെൽ ബ്രാഞ്ചഡ് ആയിട്ടുള്ള ഫംഗൽ ബോഡി മൈസീലിയമാണ് കാണപ്പെടുന്നത്. അത് ഫിലമെന്റസ് ആകാം. സീനോസൈറ്റ് മൾട്ടി ന്യൂക്ലിയർ കണ്ടീഷനിൽ കാണപ്പെടുന്നതായിരിക്കും. മൾട്ടി ഫ്ലജലേറ്റ് ആണല്ലോ. ബൈഫ്ലജലേറ്റ് സൂസ്പോറുകൾ ഉണ്ട്. അതായത് രണ്ട് ഫ്ലജൽ ഉണ്ടായിരിക്കും. അതിൽ ഒന്ന് വിപ്ലാഷ് ആയിരിക്കും, മറ്റേത് ടിൻസൽ ടൈപ്പ് ആയിരിക്കും. മെനി മെമ്പേഴ്സ് പ്രൊഡ്യൂസ് കൊണീഡി. ഇതിനകത്ത് അസെക്ഷൽ ഡിപ്രഷൻ നോൺ മോട്ടൽ സ്പോറുകളായ കൊണീഡി പ്രൊഡ്യൂസ് ചെയ്യുന്നവരുണ്ടാകും. ഫ്ലജലേറ്റ് ഗ്യാമിറ്റ്സ് ആബ്സെന്റ് ആണ്. ഗ്യാമിറ്റിലെ ഫ്ലജല ആബ്സെന്റ് ആയിരിക്കും. സൂസ്പോറുകളിലായിരിക്കും കൂടുതൽ കാണപ്പെടുന്നത്. ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് ഫെർട്ടിലൈസേഷൻ ട്യൂബ് വഴിയാണ്. അത് ഫെർട്ടിലൈസേഷൻ ട്യൂബ് പോലെയുള്ള സ്ട്രക്ചർ ഉപയോഗിച്ചിട്ടായിരിക്കും ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. സെൽവാളില് സെല്ലുലോസ് കാണപ്പെടുന്നു. സെല്ലുലോസ് കാണപ്പെടുന്ന ഒരു ഗ്രൂപ്പ് കൂടിയാണ് ഊമൈസസ്. എമാസ്റ്റിഗോ മൈക്കോട്ട. എമാസ്റ്റിഗോ മൈക്കോട്ടയ്ക്കകത്ത് വരുന്ന ഓർഗാൻസിന്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ ഫംഗസുകളുടെ പ്രത്യേകത സെൻട്രിയോൾ ആബ്സെന്റ് ആയിരിക്കും. സ്പിൻഡിൽ പോൾ ബോഡീസ് പ്രസന്റ് ആണ്. സ്പിൻഡിൽ പോർ ബോഡി സെൻട്രിയോൾസിന് വരെ സ്പിൻഡിൽ പോർ ബോഡീസ് കാണപ്പെടുന്നുണ്ട്. ഫ്ലജല്ല ആബ്സെന്റ് ആയിരിക്കും. സിംഗിൾ സെൽഡ് ടു മൈസീലിയൽ സെൽ സെപ്റ്റേറ്റ് ഓർ അസെപ്റ്റേറ്റ് ഹൈഫ്. അതായത് സിംഗിൾ സെൽ ആയിട്ട് കാണപ്പെടാം, അല്ലെങ്കിൽ മൈസീലിയം ബോഡിയിൽ കാണപ്പെടുന്നവരുണ്ടാകാം. അത് സെപ്റ്റം ഉള്ളത് സെപ്റ്റം ഇല്ലാത്ത ഹൈഫുകളായിരിക്കും കാണപ്പെടുന്നത്. ഇവരുടെ ലൈഫ് സൈക്കിളിന്റെ പ്രത്യേകത ഹാപ്ലോണ്ടിക്. ഹാപ്ലോഡ് ലൈഫ് സൈക്കിൾ ആണ്. അതിൽ സൈഗോട്ടിന് മിയോസിസ് നടന്നിട്ട് പിന്നെ ഹാപ്ലോഡ് ഓർഗാൻസ് വന്നു. അപ്പൊ സൈഗോട്ട് റെപ്രസെന്റ് ഓൺലി ദ ഡിപ്ലോയിഡ് സ്റ്റേജ്. ഇവര് 4 സബ് ഡിവിഷൻ തിരിച്ചിട്ടുണ്ട്. സൈഗോ മൈക്കോട്ടിന, അസ്കോ മൈക്കോട്ടിന, ബെസിഡിയോ മൈക്കോട്ടിന, ആൻഡ് മൈക്കോട്ടിന. ആദ്യത്തെ സബ് ഡിവിഷൻ ആണ് സൈഗോ മൈക്കോട്ടിന. സൈഗോ മൈക്കോട്ടിന എന്ന സബ് ഡിവിഷന്റെ പ്രത്യേകത ഇതിൽ വരുന്നതെല്ലാം സാപ്രോഫൈറ്റ്സിക് ആകാം, അല്ലെങ്കിൽ പാരസൈറ്റിക് ആകാം, അല്ലെങ്കിൽ പ്രിഡേറ്ററി ഫംഗസുകളാകാം. മൈസീലിയം സീനോസൈറ്റിക് ആണ്. അസെക്ഷൽ ഡിപ്രഷൻ കോമൺ ആയിട്ടുള്ള സ്പൊറാഞ്ചിയോസ്പോറുകൾ ഉപയോഗിച്ചിട്ടായിരിക്കാം. സെക്ഷൽ ഡിപ്രഷൻ ഗ്യാമീറ്റിയാൻജിയൽ പോപ്പുലേഷൻ വഴിയായിരിക്കാം. ഇതിനകത്ത് ക്ലാസ്സുകളുണ്ട്. ക്ലാസ് സൈഗോമൈസസ്. ക്ലാസ് സൈഗോമൈസസിന്റെ പ്രത്യേകത മൈസീലിയം നേരത്തെ പറഞ്ഞ കാര്യം തന്നെ സീനോസൈറ്റിക് ആണ്. സെപ്റ്റ ഫോം ചെയ്യും ഓൺലി വേർ ഗ്യാമിറ്റ്സ് ആർ ഫോം. അതായത് ഗ്യാമീറ്റ് ഉണ്ടാകുന്ന സമയത്ത് മാത്രമേ സെപ്റ്റൽ ഫോർമേഷൻ നടക്കുന്നു. പെർഫെക്റ്റ് സ്റ്റേജ് കണ്ടീഷൻ ഈസ് സൈഗോസ്പോർ. ഇവിടെ കറക്റ്റ് പെർഫെക്റ്റ് ഉള്ള സ്റ്റേജ് സൈഗോസ്പോർ പ്രൊഡ്യൂസിംഗ് സ്റ്റേജ് ആയിരിക്കും. എക്സാമ്പിൾ ഈ ഗ്രൂപ്പിൽ വരുന്നത് റൈസോപ്പസ് മ്യൂക്കർ പോലുള്ളവർ. റൈസോപ്പസ് നമുക്ക് ബ്രെഡ് മൗൾഡ്. ദെൻ ക്ലാസ് ട്രൈക്കോമൈസസ്. ഇതിനകത്ത് ഒബ്ലിഗേറ്റ് സിംബയോട്ടിക് ആയിരിക്കും. സിംബയോസിലൂടെ കാണപ്പെടുന്ന ഫംഗസുകളായിരിക്കും കൂടുതലും കാണപ്പെടുന്നത്. അസെക്ഷൽ ഡിപ്രഷൻ സ്പൊറാഞ്ചിയോസ്പോറുകളോ അല്ലെങ്കിൽ ട്രൈക്കോസ്പോറുകളോ അല്ലെങ്കിൽ ആർത്രോസ്പോറുകളോ അല്ലെങ്കിൽ അമീബിക് സെല്ലുകൾ ഉപയോഗിച്ചോ അസെക്ഷൽ ഡിപ്രഷൻ കാണിക്കാറുണ്ട്. സെക്ഷൽ ഡിപ്രഷൻ നേരത്തെ പറഞ്ഞതുപോലെ സൈഗോസ്പോർ ഫോർമേഷൻ ആണ്. ബൈക്കോണിക് സൈഗോ ഫോർമേഷനിലൂടെയാണ് സൈഗോസ്പോറുകൾ ഉണ്ടാകുന്നത്. എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ എക്രിനിയസ്, അതുപോലെ അമീബോയിഡിയം തുടങ്ങിയതെല്ലാം ഈ ഗ്രൂപ്പിൽ വരുന്ന ഫംഗസുകളാണ്. അസ്കോമൈക്കോട്ടിന സാപ്രോഫൈറ്റ്സ് ഫംഗസുകളാകാം, അല്ലെങ്കിൽ സിംബയോട്ടുകളോ പാരസൈറ്റുകളോ ഇതെല്ലാം ഉൾപ്പെടുന്ന ഗ്രൂപ്പാണ്. അസെക്ഷൽ ഡിപ്രഷൻ കൊനിയഡി ഉപയോഗിച്ചിട്ടായിരിക്കും. സെക്ഷൽ ഡിപ്രഷൻ നടന്നിട്ട് സൈഗോ ഡിവൈഡ് ചെയ്തിട്ട് മിയോട്ടിക് സ്പോറുകൾ ഉണ്ടാവും, മിയോസ്പോറുകൾ ഉണ്ടാവും. അതിനെ അസ്കോസ്പോൾസ് എന്നാണ് അറിയപ്പെടുന്നത്. ജനറലി 4 മുതൽ 8 അസ്കോസ്പോൾസുകൾ അസ്കസ് എന്ന അറയ്ക്കുള്ളിലായിരിക്കും ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ ഗ്രൂപ്പിന് അസ്കോ മൈക്കോട്ടിൻ എന്ന പേര് വരുന്നത്. അപ്പൊ അസ്കസ് എന്ന അറയ്ക്കുള്ളിൽ ഉണ്ടാകുന്ന സ്പോറുകളാണ് അസ്കോസ്പോറുകൾ. അങ്ങനെയുള്ള അസ്കസുകളെല്ലാം ന്യൂമറസ് അസൈ കൂടിച്ചേർന്നുണ്ടാകുന്ന ഫ്രൂട്ടിംഗ് ബോഡിയെ അസ്കോ കാർപ്പൽ എന്നറിയപ്പെടും. അത് പല സ്ട്രക്ചറിൽ കാണപ്പെടും. ചിലതിലെ ക്ലീസ്റ്റോതീസിയം, അതായത് ഫുൾ ക്ലോസ്ഡ് ആയിട്ടുള്ള അസ്കോ കാർപ്പായിരിക്കും. എക്സാമ്പിൾ എറിസിഫൈഡ്. എന്നാൽ പെരിതീസിയം, ആ അസ്കോ കാർപ്പിനെ പ്രതി ഏതെങ്കിലും ഒരു ഭാഗത്ത് തിൻ ഓപ്പണിംഗ് കാണപ്പെടും. എക്സാമ്പിൾ എന്ന് പറയുന്നത് ക്ലേവിസെപ്സ്. അതിനെ നമ്മൾ പെരിതീസിയം എന്ന് പറയുന്നത്. മറ്റൊരു സ്ട്രക്ചർ ഓഫ് അസ്കോ കാർപ്പാണ് അപ്പോതീസിയം. കപ്പ് ഷേപ്പിലായിരിക്കും. പെസൈസിലേക്കാണ് ഒരു കപ്പ് ഷേപ്പിലായിരിക്കും കാണപ്പെടുന്നത്. അസ്കസുകളാണ് ഇവിടെ സൈഗോട്ടായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പൊ അറയ്ക്കുള്ളിലെ
ഉണ്ടാകുന്ന അസ്കസിൽ ഇവിടെ സൈഗോട്ടായിട്ട് അയക്കുന്ന അസ്കസുകൾ തന്നെയായിരുന്നു. ഒരു സിംഗിൾ ക്ലാസ്സേ ഉള്ളൂ അസ്കോമൈസസ്. അതിനകത്ത് 6 സബ് ക്ലാസ്സുകളുണ്ട്. ഹെമി അസ്കോമൈസറ്റിഡെ, അതിനകത്താണ് ഈസ്റ്റ് വരുന്നത്. പ്ലക്ടോമൈസറ്റിഡെ, അതിനകത്താണ് പെനിസിലിയം അല്ലെങ്കിൽ ബ്ലൂ മോൾഡ് എന്നറിയപ്പെടുന്ന ഓർഗാനിസം വരുന്നത്. ഹൈമനോ അസ്കോമൈസറ്റിഡെ അല്ലെങ്കിൽ പൈർനോമൈസസ് എന്നറിയപ്പെടുന്ന ഗ്രൂപ്പാണ്. ക്ലേവിസെപ്സ് ഇതൊക്കെ ഇതിനകത്താണ് വരുന്നത്. ഡിസ്കോ മൈസറ്റിഡെ, ഡിസ്ക് പോലുള്ള അസ്കോ കാർപ്പാണ്, അപ്പൊ അതിനകത്ത് വരുന്നത് പെസൈസ. ലേബൽ ബെനിയോ മൈസറ്റിഡെ, ഇതിനകത്താണ് ലേബൽ ബെനിയോ എന്ന ഓർഗാനിസം വരുന്നത്. ലോക്കുലോ അസ്കോ മൈസറ്റിഡെ, ഇതിനകത്താണ് വെന്റൂറിയ എന്ന ഓർഗാനിസം വരുന്നത്. പെസിഡിയോ മൈക്കോട്ടിന എന്ന സബ് ഡിവിഷൻ. ക്ലബ് ഫംഗസുകൾ എന്നാണ് അറിയപ്പെടുന്നത്. മൈസീലിയം സെപ്റ്റേറ്റ് ആണ്. സാപ്രോഫൈറ്റിക് ആകാം, സിംബയോട്ടിക് ആകാം, അല്ലെങ്കിൽ പാരസൈറ്റിക് ആകാം. ഇവിടെ മിയോസ് നടന്ന് സൈഗോട്ട് മിയോസ് നടന്ന് മിയോസ്പോർ ഉണ്ടാകുന്നത് ബെസിഡിയം എന്ന ക്ലബ് ഷേപ്ഡ് സ്ട്രക്ചറിന്റെ മുകളിലായിട്ടായിരിക്കും സ്പോറുകൾ. അതായത് ബെസിഡിയത്തിന്റെ പുറത്തായിട്ട് 4 സ്പോറുകൾ ഡെവലപ്പ് ചെയ്യും ബെസിഡിയം. അതുകൊണ്ടാണ് ഈ ഗ്രൂപ്പിന് ആ പേര് വന്നത്. ഒറ്റ ക്ലാസ്സേ ഉള്ളൂ ബെസിഡിയോ മൈസസ്. ഇതിനെ 3 സബ് ക്ലാസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഹോളോ ബെസിഡിയോ മൈസറ്റിഡെ, ഇതിനകത്താണ് കോമൺ മഷ്റൂമുകൾ ഉൾപ്പെടുന്ന അഗാരിക്കസ് ഒക്കെ വരുന്നത്. ഫ്രാഗ്മോ ബെസിഡിയോ മൈസറ്റിഡെ, ഇതിനകത്താണ് ഓറിക്കുലേറിയ, ട്രെമല്ല തുടങ്ങിയ ഓർഗാനിസം വരുന്നത്. ടീലിയോ മൈസറ്റിഡെ, ഇതിനകത്താണ് പക്സീനിയ, അതായത് റസ്റ്റ് ഫംഗസ് എന്ന് പറയുന്നത് പക്സീനിയ, സ്മട്ട് ഫംഗസ്, നസ്റ്റിലാഗോ തുടങ്ങിയതൊക്കെ വരുന്നത്. 4ാമത്തെ സബ് ഡിവിഷൻ ആണ് ഡിറ്ററോ മൈക്കോട്ടിന. സാപ്രോഫൈറ്റുകളാകാം, സിംബയോട്ടിക് ആകാം, അല്ലെങ്കിൽ പാരസൈറ്റിക് ആകാം, അല്ലെങ്കിൽ പ്രെഡേറ്ററി ഫംഗസുകളാകാം. സെക്ഷൽ റീപ്രഷൻ ഇല്ല. അതുകൊണ്ടാണ് ഇവരെ അറിയപ്പെടുന്നത് ഇംപെർഫെക്റ്റ് ഫംഗൈ ഓർ ഫംഗൈ ഇംപെർഫെക്റ്റ് എന്ന് അറിയപ്പെടുന്നത്. ഒള്ളി അസെക്ഷൽ സ്ട്രക്ചേഴ്സ് മാത്രമേ കാണപ്പെടുന്നുള്ളൂ. ഒരൊറ്റ ഫോം ക്ലാസ്സേ ഉള്ളൂ ഡിറ്ററോ മൈസസ്. ഇതിനെ 3 സബ് ക്ലാസ്സുകളായി തിരിച്ചിട്ടുണ്ട്. ബ്ലാസ്റ്റോ മൈസറ്റിഡെ, കാൻഡിഡ വരുന്നത് അതിനകത്താണ്. സീലോ മൈസറ്റിഡെ, അതിനകത്താണ് കൊളറ്റോട്രൈക്കം വരുന്നത്. ഹൈപ്പോ മൈസറ്റിഡെ, ഇതിനകത്താണ് ആൾട്ടർനേറിയ പോലുള്ള ഓർഗാനിസം വരുന്നത്. എയിൻസ്ബർഗിന്റെ ഡിപ്സിയുടെ ക്ലാസിഫിക്കേഷൻ 1983 പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. മോർഫോളജിയുടെയും റീപ്രൊഡക്ഷന്റെയും ടൈപ്പോസ്പോറുകളുടെയും ബേസിലാണ് എയിൻസ്ബർഗ് ഡിപ്സി ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത്. കിങ്ഡം മൈക്കോട്ട, നേരത്തെ പറഞ്ഞതിൽ കിങ്ഡം മൈസെറ്റെ എന്നാണ് പറഞ്ഞത്, ഇവിടെ കിങ്ഡം മൈക്കോട്ട എന്ന് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് വരുന്ന ഓർഗാനിസം യൂക്കാരിയോട്ടിക് ആയിരിക്കും, ഹെറ്ററോട്രോഫിക് ആയിരിക്കും, കൈറ്റ്നസ് സെൽവാൾ, കൈറ്റിൻ പ്രസന്റ് ആയിട്ടുള്ള സെൽവാൾ ഉള്ളവരായിരിക്കും. എന്നാൽ സ്ലൈമേഴ്സിൽ ഒഴിച്ച് ബാക്കി എല്ലാത്തിലും കൈറ്റിനായിരിക്കും പ്രസന്റ് ആയിട്ട് കാണപ്പെടും. പല ഡിവിഷനായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ 1ാമത്തെ ഡിവിഷനാണ് ഡിവിഷൻ മിക്സോ മൈക്കോട്ട. ഓർക്കുക, ഡിവിഷന്റെ പേരിലൊക്കെ ചെറിയ വ്യത്യാസമാണ് ഇവരുടെ ക്ലാസിഫിക്കേഷനിൽ ഉള്ളത്. 1ാമത്തെ ഡിവിഷൻ മിക്സോ മൈക്കോട്ട. ഈ ഗ്രൂപ്പിൽ വരുന്ന ഓർഗാനിസിന്റെ പ്രത്യേകത വാൾലെസ്, സെൽവാൾ ഇല്ലാത്തവരായിരിക്കും. പ്ലാസ്മോഡിയം, നേരത്തെ പറഞ്ഞ സ്ലൈമോഡ്സിന്റെ ക്യാരക്ടേഴ്സ് പ്ലാസ്മോഡിയം അല്ലെങ്കിൽ സ്യൂഡോ പ്ലാസ്മോഡിയം ഉള്ളവരായിരിക്കും. 4 ക്ലാസ്സുകളായി തിരിച്ചിട്ടുണ്ട്. അക്രാസിയോമൈസെറ്റ്സ്, ഹൈഡ്രോ മിക്സോമൈസെറ്റ്സ്, മിക്സോമൈസെറ്റ്സ് ആൻഡ് പ്ലാസ്മോഡിയോഫോറോമൈസെറ്റ്സ്. അക്രാസിയോമൈസസിന്റെ പ്രത്യേകത എന്താ, സെല്ലുലാർ ആയിട്ടുള്ള സ്ലൈമോഡ്സ് ആയിരിക്കും. അക്രാസിസ്, ഡിക്റ്റിയോസ്റ്റീലിയം തുടങ്ങിയ ഓർഗാനിസിന്റെ അകത്താണ് വരുന്നത്. ഹൈഡ്രോ മിക്സോമൈസസിന്റെ പ്രത്യേകത നെറ്റ് പോലുള്ള സ്ലൈമോഡ്സ് ആയിരിക്കും. ലെപ്റ്റോഫൈറ്റ്സ് അതിനകത്താണ് വരുന്നത്. മിക്സോമൈസസിന്റെ പ്രത്യേകത കറക്റ്റ് ട്രൂ ആയിട്ടുള്ള സ്ലൈമോഡ്സ് വരുന്നവരാണ്. ഫൈസാരം, പിലുഗോ തുടങ്ങിയ ഓർഗാനിസം. പ്ലാസ്മോഡിയോഫോറോമൈസസിന്റെ അകത്ത് എൻഡോപാരസസ് സ്ലൈമോഡ്, എൻഡോപാരസായിട്ട് ആക്ട് ചെയ്യുന്ന സ്ലൈമോഡ്സ് ആയിരിക്കും. പ്ലാസ്മോഡിഫോറാണ് ബെസ്റ്റ് എക്സാമ്പിൾ. 2ാമത്തെ ഡിവിഷനാണ് ഡിവിഷൻ യു മൈക്കോട്ട. ഇതിനകത്ത് വരുന്നതെല്ലാം ട്രൂ ഫംഗസുകളും റിജിഡ് സെൽവാൾ ഉള്ളവരായിരിക്കും. ഇതിനെ 5 സബ് ഡിവിഷനായിട്ട് തിരിച്ചിട്ടുണ്ട്. സബ് ഡിവിഷൻ 1 മാസ്റ്റിഗോ മൈക്കോട്ടിന, 2 സൈഗോ മൈക്കോട്ടിന, 3 അസ്കോ മൈക്കോട്ടിന, 4 ബെസിഡിയോ മൈക്കോട്ടിന, 5 ഡിറ്ററോ മൈക്കോട്ടിന. ഡിവിഷൻ യു മൈക്കോട്ടയിലുള്ള സബ് ഡിവിഷനായ മാസ്റ്റിഗോ മൈക്കോട്ടിന നോക്കാം. മോട്ടൈൽ സെൽസ് അല്ലെങ്കിൽ സൂസ്പോറുകൾ പ്രസന്റ് ആയിരിക്കും. പെർഫെക്റ്റ് ഊസ്പോറുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നവരായിരിക്കും. ക്ലാസ്സുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. 1ാമത്തെ ക്ലാസ് ആണ് കൈറ്റിഡിയോ മൈസസ്. ഈ ഗ്രൂപ്പിൽ വരുന്നത് യൂണിസെല്ലുലാർ, പോസ്റ്റീരിയർ ആയിട്ടുള്ള വിപ്ലാഷ് ഫ്ലജല്ല കാണപ്പെടുന്നവരായിരിക്കും. സിൻ ക്രൈറ്റീരിയം an എക്സാമ്പിൾ ആയിട്ട് പറയാം. 2ാമത്തെ ക്ലാസ് ആണ് ഹൈപ്പോ കൈറ്റിഡിയോ മൈസസ്. യൂണിസെല്ലുലർ തന്നെയാണ്. ആന്റീരിയർ ആയിട്ട് സിംഗിൾ ടിൻസെൽ ടൈപ്പ് ഫ്ലജല്ല ഉള്ളവർ. നേരത്തെ പറഞ്ഞാൽ പോസ്റ്റീരിയർ വിപ്ലാഷ് ടൈപ്പ് ആണെങ്കിൽ ഇവിടെ ആന്റീരിയർ ആയിട്ട് ടിൻസെൽ ടൈപ്പ് ഫ്ലജല്ല ഉള്ളവരായിരിക്കും. ഹൈപ്പോ കൈറ്റിഡിയം എക്സാമ്പിൾ ആയിട്ട് പറയാം. 3ാമത് ക്ലാസ് പൂമൈസസ്, അസെപ്റ്റേറ്റ് ആയിരിക്കും. സൂസ്പോറുകളിൽ 2 ഫ്ലജല്ല അത് ഉള്ളവരായിരിക്കും. കോമൺ ആയിട്ട് അറിയപ്പെടുന്നത് വാട്ടർ മൗൾസ് എന്നാണ് അവരെ അറിയപ്പെടുന്നത്. അൽബുഗോ, ഫൈറ്റോപ്തറ, സാപ്രോലെജിന തുടങ്ങിയ ഓർഗാനിസം ഒക്കെ ഈ ഗ്രൂപ്പിലാണ് വരുന്നത്.
രണ്ടാമത്തെ സബ്ഡിവിഷനാണ് സൈഗോമൈക്കോട്ടിനെ. അസെപ്റ്റേറ്റ് മൈസിലുള്ളവരാണ് സൈഗോസ്പോർ, പെർഫെക്റ്റ് സൈഗോസ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്നവരാണ്. ക്ലാസ്സുകളുണ്ട്. ക്ലാസ് സൈഗോമൈസൈറ്റ്സ്. സൈഗോമൈസിന്റെ പ്രത്യേകത മൈസീലിയം ഇമ്മേഴ്സ്ഡ് ഹോസ്റ്റ് ടിഷ്യൂ, ഹോസ്റ്റ് ടിഷ്യൂവിനുള്ളിലോട്ട് മുങ്ങിക്കിടക്കുന്ന രീതിയിലുള്ള മൈസീലിയം ആയിരിക്കും കാണപ്പെടുന്നത്. എക്സാമ്പിൾ റൈസോപ്പസ് മ്യൂക്കർ, ബ്രെഡിനകത്താണല്ലോ, ആ ബ്രെഡിന്റെ അകത്തല്ലേ അതിന്റെ ഹൈഫ കാണപ്പെടുന്ന മൈസീലിയം, അതുപോലെ ഉള്ളവരായിരിക്കും മ്യൂക്കറും റൈസോപ്പസിന്റെ അകത്ത് വരുന്നവരായിരിക്കും. ക്ലാസ് ട്രൈക്കോമൈസസ്, മൈസീലിയം ഇമ്മേഴ്സ്ഡ് ആയിട്ടില്ല, അല്ലാതെ ഔട്ട്സൈഡിൽ കാണപ്പെടുന്ന ഒരു എക്സാമ്പിൾ ഹാർപ്പല്ല. സബ് ഡിവിഷൻ മൂന്നാമത്തത് അസ്കോമൈക്കോട്ടിൻ. അസ്കോമൈക്കോട്ടിന്റെ പ്രത്യേകത സെപ്റ്റേറ്റ് മൈസീലിയം ഉള്ളവരും അസ്കോസ്പോറുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന, നേരത്തെ പറഞ്ഞ അസ്കോസ്പോറുകൾ അസൈക്കുള്ളിലായിരിക്കും, അസ്കോ കാർപ്പിനുള്ളിലെ അസൈക്കുള്ളിലെ അസ്കോസ്പോറുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നവരായിരിക്കും. ക്ലാസ്സുകൾ ഹെമി അസ്കോമൈസസ്, അതിനകത്ത് നേക്കഡ് ആയിട്ടുള്ള അസൈ, കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന അസകളായിരിക്കും, അസ്കോ കാർപ്പില്ല, അതായത് അസൈകൾ കൂടി ചേർന്ന അസ്കോ കാർപ്പ് പ്രൊഡ്യൂസ് ചെയ്തില്ല. എക്സാമ്പിൾ സക്കാരോമൈസസ്, ഈസ്റ്റ് എന്നറിയപ്പെടുന്നത് സക്കാരോമൈസസ്. രണ്ടാമത്തെ ക്ലാസ് ആണ് പ്ലെക്ടോമൈസസ്. പ്ലെക്ടോമൈസസിന്റെ പ്രത്യേകത ഫ്രൂട്ടിംഗ് ബോഡി ക്ലീസ്റ്റോതീസി ഉള്ളവരായിരിക്കും. ക്ലീസ്റ്റോതീസി നേരത്തെ പറഞ്ഞായിരുന്നു, അവിടെ അസൈ യൂണിക്കേറ്റ് ആണ്, സിംഗിൾ ബാളുള്ള അസൈയാണ് കാണപ്പെടുന്നത്. ആസ്പെർജില്ലസ്, പെൻസിലിയം എക്സാമ്പിൾ ആണ്. മൂന്നാമത്തെ ക്ലാസ് ആണ് പൈറിനോമൈസസ്. പ്രത്യേകത ഫ്രൂട്ടിംഗ് ബോഡി പെരിറ്റീസിയം ആയിരിക്കും, ഒറ്റ ലെയർ ആണ്. നേരത്തെ പറഞ്ഞത് അസൈ യൂണിക്കേറ്റ് ആണ്, ഗ്രാവിസെപ്സ് ന്യൂറോസ്പോറൻ എക്സാം. നാലാമത്തത് ഡിസ്കോമൈസസ്. ഡിസ്കോമൈസസിന്റെ പ്രത്യേകത ഫ്രൂട്ടിംഗ് ബോഡി അപ്പോതീസിയം ആയിരിക്കും, നേരത്തെ പറഞ്ഞത് യൂണിക്കേറ്റ് ആണ്. പെസൈസ, മോർക്കല്ല, മോറൽസ് എന്നറിയപ്പെടുന്ന മോർക്കല്ലൊക്കെ എക്സാമ്പിളൊക്കെ പറയാം. അഞ്ചാമത്തത് ലോക്കുലോ അസ്കോമൈസസ്. അതിന്റെ പ്രത്യേകത ഫ്രൂട്ടിംഗ് ബോഡി അക്രോസ്റ്റോമയാണ്, അസൈ ബൈ ട്യൂണിക്കേറ്റ്, 2 ലെയർ കാണപ്പെടുന്നതായിരിക്കും. പ്ലിയോസ്പോറ എക്സാമ്പിൾ ആയിട്ട് പറയും. ആറാമത്തെ ക്ലാസ് എന്ന് പറയുന്നത് ലേബൽ ബെനിയോമൈസസ് ആണ്. ഫ്രൂട്ടിംഗ് ബോഡി പെരീറ്റീസിയം, അസൈ എന്ന് പറഞ്ഞ യൂണിക്കേറ്റ് ആയിരിക്കും, എക്സോ പാരസൈറ്റുകളായിരിക്കും. ആർത്രോപോഡ്സിന്റെ പുറത്ത് കാണപ്പെടുന്ന എക്സോ പാരസൈറ്റ് കാണപ്പെടുന്നവരായിരിക്കും ലേബൽ ബെനിയ എക്സാമ്പിൾ. നാലാമത്തെ സബ് ഡിവിഷൻ ആണ് ബെസിഡിയോ മൈക്കോട്ടിൻ. സെപ്റ്റേറ്റ് മൈസീലിയം ആണ് കാണപ്പെടുന്നത്. ഇവയെ ക്ലാസ്സുകളാക്കി തിരിച്ചിട്ടുണ്ട്. ക്ലാസ് 1 ടെലിയോമൈസസ്, ബെസിഡിയോ കാർപ്പ് ഇല്ല, ആബ്സെന്റ് ആണ്. സ്പോറുകൾ ഗ്രൂപ്പ് ചെയ്ത് സോറസുകളായിട്ടോ സ്കാറ്റർ ചെയ്തോ കാണപ്പെടാം, പാരസൈറ്റുകളാണ്. എക്സാമ്പിൾ ഫക്സീനിയ, അസ്റ്റിലാബ്. രണ്ടാമത്തെ ക്ലാസ് ആണ് ഹൈമനോമൈസിസ്. പ്രത്യേകത ഹൈമേനിയൻ ലെയറിലായിട്ട് എക്സ്പോസ് ചെയ്ത് കാണപ്പെടുന്ന ബെസിഡിയമാണ് കാണപ്പെടുന്നത്. ബെസിഡിയോ കാർപ്പ് പ്രസന്റ് ആണ്. ബെസിഡിയോ സ്പോറുകൾ ബാലിസ്റ്റസ് സ്പോറുകൾ, ബുള്ളറ്റ് പോലെ തെറിച്ചു പോകുന്ന സ്പോറുകളായിരിക്കും. അഗാരിക്കസ്, പോളിഫോറസ് എക്സാമ്പിൾ ആണ്. മൂന്നാമത്തെ ക്ലാസ് ആണ് ഗ്യാസ്ട്രോമൈസസ്. പ്രത്യേകത എൻക്ലോസ്ഡ് ആയിട്ടുള്ള ബെസിഡിയോ കാർപ്പിലെ ഹൈമീൻ ലെയറിന് മുകളിലായിരിക്കും ബെസിഡിയം കാണപ്പെടുന്നത്. ബെസിഡിയോ സ്പോർ ബാലിസ്റ്റസ് സ്പോർ അല്ല. ലൈക്കോപെർഡോൺ, ജിയാസ്തം തുടങ്ങിയത് എക്സാമ്പിൾ. അഞ്ചാമത്തെ സബ് ഡിവിഷൻ ആണ് ഡിറ്ററോമൈക്കോട്ടിന. ഇംപെർഫെക്റ്റ് ഫംഗസ് എന്നറിയപ്പെടുന്നവരാണ്. 3 ക്ലാസ്സുകളുണ്ട്. ഒന്നാമത്തെ ബ്ലാസ്റ്റോമൈസസ്. ട്രൂ മൈസീലിയ ആബ്സെന്റ് ആണ്, ഈസ്റ്റ് പോലുള്ള ബോഡികളായിരിക്കും, ബഡ്ഡിങ് പ്രസന്റ്, കാനഡ എക്സാമ്പിൾ ആണ്. രണ്ടാമത് സീലിയോമൈസസ്. പ്രത്യേകത അസെഷ്യൽ സ്പോറുകൾ പിക്കിനീഡിയം അല്ലെങ്കിൽ അസർവിലസിലായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്, കൊളാട്ടോട്രൈക്കം എക്സാമ്പിൾ ആയിരിക്കും. മൂന്നാമത് ഹൈപ്പോമൈസസ്. പ്രത്യേകത അസെഷ്യൽ സ്പോറുകൾ കൊണീഡി ആയിരിക്കും, ആൾട്ടർനേറിയ, ഫിസാരിയം ഒക്കെ എക്സാമ്പിൾ ആണ്. ഫംഗസുകളുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഇപ്പോൾ പിക്കിനീഡിയം അതുപോലെ അസർവിലസ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് വരുന്ന ക്ലാസ്സുകൾ പറയും, അതുകൊണ്ടാണ് പേര് മാത്രം മെൻഷൻ ചെയ്തത്. ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ് മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ ഫംഗസിന്റെ ജനറൽ ടോപ്പിക്കുമായിട്ട് കാണാം. എല്ലാവർക്കും ശുഭദിനം നേരുന്നു.